നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2014 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ 7-1 ജർമ്മനിയോട് ബ്രസീൽ തോറ്റത് അതൊരു തലമുറക്ക് മേൽ കളങ്കമായി വീണിരിക്കുകയാണ് എന്ന് പറയുന്നു സൂപ്പർ താരം നെയ്മർ ജൂനിയർ. ആ സെമി ഫൈനൽ മത്സരം നെയ്മർ കളിച്ചിട്ടില്ല. അതിന് മുന്നോടിയായി നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹത്തെ കൊളംബിയൻ താരം സുനിക ഗുണ്ടാ സ്റ്റൈലിൽ മുട്ടുകാല് കയറ്റി പരിക്കേൽപ്പിച്ച് പുറത്താക്കുകയായിരുന്നു. ഏതായാലും സെമിയിൽ 7-1 നെയ്മറില്ലാതെ കളിച്ച് ബ്രസീൽ തകർന്നടിച്ചു. ആ തോൽവിയുടെ കളങ്കം അതൊരു സ്റ്റെയിനായിട്ട്, ഒരു കറയായിട്ട് ഒരു തലമുറയുടെ മേൽ പതിച്ചിരിക്കുകയാണ്. അവരത് അർഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നെയ്മർ പറയുന്നത്. റൊമാരിയോയുമായി അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നു. റൊമാരിയോയുടെ പോഡ്കാസ്റ്റാണ്. അതിൽ നെയ്മർ അതിഥിയായി എത്തിയതാണ്. ഒരുപാട് കാര്യങ്ങൾ നെയ്മറോട് റൊമാരിയോ ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് 2014 തോൽവിയെക്കുറിച്ചുള്ള ചോദ്യം, അതിനുള്ള മറുപടി, അതിൽ നിങ്ങൾ വേദനിച്ചിരുന്നു എന്ന ചോദ്യം, അതിനുള്ള മറുപടി, 7-1 തോൽവി, അതിൽ ഞാൻ നന്നായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്, അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അത് വലിയ രൂപത്തിലൊരു കളങ്കമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ജനറേഷൻ്റെ മേൽ അതൊരു കറയായിട്ട് നിൽക്കുന്നു. യഥാർത്ഥത്തിൽ അത്തരമൊരു അനുഭവത്തിലൂടെ കടന്നു പോവുക എന്നുള്ളത് അവർ അർഹിക്കുന്നില്ല. ഞാൻ തോറ്റു എന്നതിലല്ല എനിക്കുള്ള സങ്കടം, 7-1 തോറ്റു, അതും ഒരു വേൾഡ് കപ്പിൽ, അതും സ്വന്തം നാട്ടിൽ. തീർച്ചയായിട്ടും അത് വലിയ വലിയ ദുഃഖമുണ്ടാക്കുന്നതാണ് എന്നാണിപ്പോൾ നെയ്മർ പറയുന്നത്. ആ 2014 വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നെയ്മർ ജൂനിയറെ സുനിക ഗുണ്ടാ സ്റ്റൈലിൽ മുട്ടുകാല് കയറ്റി പരിക്കേൽപ്പിച്ചതാണ്. അതിനെക്കുറിച്ച് നെയ്മർ പറഞ്ഞിട്ടുണ്ട്. നെയ്മർ പറയുന്നു, ആ ഒരു പരിക്കിൻ്റെ 5 മിനിറ്റ് മുമ്പ് ഫിലിപ്പാവോ എന്നെ വിളിച്ചിരുന്നു. എന്നെ ആ ഒരു ടച്ച് ലൈനിനടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു സബ് ചെയ്യാൻ പോവുകയാണ് എന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വേണ്ട, എന്തിനാണത്, 2-0 ആക്കട്ടെ, എനിക്കൊരു ഗോൾ കൂടി അടിക്കണം, എന്നെ ഇപ്പോൾ പിൻവലിക്കല്ലേ എന്ന്. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വളരെ വേഴ്സ്റ്റായിട്ടുള്ള കാര്യം സംഭവിച്ചു എന്നാണ് നെയ്മർ പറയുന്നത്. വല്ലാത്തൊരു വിധിയായിരുന്നു അത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.